സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം എപ്രകാരമാണ് പുത്രനായ ദൈവത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണ വർഷിച്ചത്, അതാണ് ഈ നിമിഷം നമ്മൾ ധ്യാനിക്കുക. തൻ്റെ പരസ്യ ജീവിതം മുഴുവൻ പിതാവായ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു പുത്രൻ്റെ ചിത്രമാണ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ആ പിതാവ് തന്നിലൂടെ ജീവിക്കുന്നു. ആ പിതാവിൻ്റെ മുഖം തൻ്റെ മുഖമായി മാറുന്നു. ആ ഒരു വലിയ കാഴ്ച ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ആയിരിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അവർ ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവിടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരുവൻ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലു കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെയായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക. ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെയായി. അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. സ്നേഹമുള്ളവരെ, നാം ഈ വായിച്ചു കേട്ട വചനഭാഗം യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് സുവിശേഷന്മാർ അവതരിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ആ ഒരു രീതി തന്നെയാണ് പിന്തുടർന്നിരിക്കുന്നത്. തൻ്റെ രൂപാന്തരീകരണം നടക്കുന്ന വേളയിൽ യേശു തൻ്റെ പ്രിയ ശിഷ്യന്മാരെ മാത്രമാണ് കൂടെ കൊണ്ടുപോയത് എന്ന് നമുക്കറിയാം. അങ്ങനെയായിരിക്കുന്ന ഒരവസരത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ പിശാചുബാധിതനായ ബാലനെ കൊണ്ട് ആ പിതാവ് യേശുവിൻ്റെ ശിഷ്യന്മാരെ സമീപിച്ചിട്ടുണ്ടാവുക. ശിഷ്യന്മാരോട്
തൻ്റെ മകനെ ബാധിച്ചിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് സംസാരിക്കുകയും അവനെ സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആ പിതാവ് അപേക്ഷിച്ചു എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. പക്ഷേ അതിന് അവർക്ക് സാധിക്കാതെ പോയി. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു തർക്കത്തിനിടയിലാണ് യേശുനാഥൻ ആ മലമുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് അവർ കാണുകയും യേശുവിനെ കണ്ട മാത്രമേ തന്നെ ഒത്തിരിയേറെ ആഹ്ലാദത്തോടുകൂടെ അവർ അവന് ചുറ്റും കൂടുകയും അവനെ അഭിവാദനം ചെയ്യുകയും ചെയ്തു. പ്രിയമുള്ളവരെ, യേശുവിനെ കണ്ടപ്പോൾ അത്രമാത്രം അവർ വിസ്മയഭരിതരായി തീരണമെങ്കിൽ ആ രൂപാന്തരീകരണം അവനിൽ അത്ര വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ശിഷ്യന്മാർ പോലും, തൻ്റെ കൂടെ വന്ന ശിഷ്യന്മാർ പോലും വിസ്മയപൂരിതരായി നോക്കി നിന്ന ഒരു കാഴ്ചയായിരുന്നു യേശുവിൻ്റെ രൂപാന്തരീകരണം. അവിടെ അവന് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ശിഷ്യന്മാർ കണ്ടതാണ്. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ അവിടെ പുറത്തു നിന്ന ആ മറ്റ് ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവുക. എന്തോ ഒരു വലിയ മാറ്റം അവന് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ വിസ്മയത്തോടു കൂടിയാണ് അവരോരുത്തരും അവൻ്റെ ചുറ്റും കൂടുന്നത്. അവനെ അഭിവാദനം ചെയ്യുമ്പോൾ യേശു അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് അവരുമായിട്ട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ അവർ പറഞ്ഞ ആ ഒരു കാര്യം, നിൻ്റെ ശിഷ്യന്മാർക്ക് എൻ്റെ മകനെ സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ല. അവിടെ യേശുനാഥൻ പറയുന്നുണ്ട്, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. വിശ്വാസമുള്ളവന് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചവൻ, വിശ്വാസത്തോടെ നീ എന്ത് കൽപ്പിച്ചാലും അത് നടക്കുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചവൻ ഇതാ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ എല്ലാ പാഠങ്ങളും പറഞ്ഞു പഠിപ്പിച്ചിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കാതെ, തങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വാസം ഏറ്റെടുക്കുവാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോയപ്പോൾ യേശു അവരോട് പറയുന്ന ഒരു കാര്യമാണത്. പിന്നീട് ആ ബാലനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. യേശു അവനെ അവൻ്റെ അടുക്കലേക്ക് വിളിച്ചപ്പോൾ തന്നെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അവനെ തള്ളിയിടുകയും വായിൽ നിന്ന് നുരയും പതിയും വരാൻ തുടങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ആ പിതാവിനോട് യേശു ചോദിക്കും, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ മകൻ്റെ ശൈശവം മുതൽ ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഇവൻ കടന്നു പോകുന്നത്. പലപ്പോഴും ഇവരെ നശിപ്പിക്കുവാൻ വേണ്ടി ഇത് ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തീയിലും വെള്ളത്തിലുമെല്ലാം എൻ്റെ മകനെ വീഴ്ത്തിയിട്ടുണ്ട് എന്ന് ആ പിതാവ് സങ്കടത്തോടെ പറയുന്നു. അവസാനം ആ പിതാവ് യേശുവിനോട് യാചിക്കുന്നത് ഇപ്രകാരമാണ്, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹമുള്ളവരെ, നിനക്ക് കഴിയുമെങ്കിൽ കരുണ തോന്നി എന്തെങ്കിലും ചെയ്യണമെന്ന് ആ പിതാവ് പറയുമ്പോൾ ആ വാക്കുകളിൽ ഒരു സംശയത്തിൻ്റെ നിഴൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് യേശു അത് ഉടനെ തന്നെ തിരിച്ചു ചോദിക്കുന്നത്, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും എന്ന് യേശു അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉടനെ തന്നെ ആ പിതാവ് തൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് അവനെ സുഖപ്പെടുത്തണമേ എന്ന്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണത്. യേശുവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവേ നിനക്ക് കഴിയുമെങ്കിൽ ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തരണമേ. കർത്താവേ കഴിയുമെങ്കിൽ എൻ്റെ കടബാധ്യത എടുത്തു മാറ്റണമേ. കർത്താവേ അങ്ങേക്ക് കഴിയുമെങ്കിൽ എൻ്റെ ഈ രോഗം മാറ്റിത്തരണമേ. കർത്താവേ കഴിയുമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നം പരിഹരിച്ചു തരണമേ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഒരു പദമാണ് നിനക്ക് കഴിയുമെങ്കിൽ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അത് ദൈവത്തെ സംശയിക്കുന്നു എന്നതാണ്. നിനക്ക് വിശ്വാസമുണ്ടോ? കർത്താവേ
നിനക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നീ എൻ്റെ ജീവിതത്തിൽ ഇത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ നിനക്ക് കഴിയുമെങ്കിൽ എന്ന ഒരു സംശയത്തിൻ്റെ നിഴൽ അവിടെ ആവശ്യമില്ല. ദൈവം ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പോലും ആവശ്യപ്പെടാതെയാണ് പലപ്പോഴും കർത്താവ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ പോലും യോഗ്യതകൾ നോക്കാതെയാണ് കർത്താവ് അന്ന് കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചത്. അത് കർത്താവ് നമ്മോട് കാണിച്ച വലിയ കാരുണ്യമാണ്. നമ്മുടെ പാപഭാരങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി യാതൊരു പരാതിയും പറയാതെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ വലിയ ഭാരം എൻ്റെ തലയിലേക്ക് എടുത്തു വയ്ക്കുന്നത് എന്ന് പിതാവായ ദൈവത്തോട് വേണമെങ്കിൽ യേശുവിനെ ചോദിക്കാമായിരുന്നു. പക്ഷേ പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് മാത്രം നിറവേറ്റാൻ ആഗ്രഹിച്ച ഒരു മകനാണത്. താൻ കടന്നു പോകാൻ പോകുന്ന പീഡാസഹനത്തിൻ്റെ കാഠിന്യം തിരിച്ചറിഞ്ഞപ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് അപേക്ഷിച്ചവൻ പിന്നീട് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയമുള്ളവരെ, അതാണ് പരിപൂർണമായൊരു സമർപ്പണം എന്ന് പറയുക. നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം ബലികഴിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നടത്തുന്നത് ഒരു സമ്പൂർണമായ സമർപ്പണമാണ്. അവിടെ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നത് നമ്മുടെ വിശ്വാസം മൂലമാണ്. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നീ വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതം കാണുവാൻ സാധിക്കും. അത് നിന്നെ അലട്ടുന്നത് പൈശാചികമായ ബന്ധനങ്ങളാണെങ്കിൽ പോലും പ്രിയമുള്ളൊരു വിശ്വാസത്തോടെ ദൈവത്തെ സമീപിച്ചാൽ തീർച്ചയായും കർത്താവ് അവിടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ശിഷ്യന്മാർ പിന്നീട് യേശുവിനോട് ഭവനത്തിൽ വെച്ച് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാതെ പോയത്? അവിടെ യേശു പറയുന്ന മറുപടി എന്താണ്? പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. പിശാചിനെ പുറത്താക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന ആയുധം ആവശ്യമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ അവയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല, മറിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ശ്രമിച്ച ആ വചനത്തിലൂടെ നീ ഞങ്ങളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പൈശാചിക ശക്തികൾ കടന്നു കയറിയാൽ അതിനെ പൂർണ്ണമായി മാറ്റണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് സാധിക്കുക. പ്രാർത്ഥനയാൽ നിറഞ്ഞ ഒരു ജീവിതമാണ് ഞങ്ങൾ ഓരോരുത്തരും നയിക്കുന്നതെങ്കിൽ തീർച്ചയായും എല്ലാ പൈശാചിക ശക്തികളെയും ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും എടുത്തു മാറ്റുവാൻ ഞങ്ങൾക്ക് സാധിക്കും. നിരവധിയായ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് അങ്ങയോടുകൂടി ആയിരിക്കുവാനും അങ്ങയിൽ പൂർണ്ണമായ ശരണം അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. കർത്താവേ, ആഴമേറിയൊരു വിശ്വാസം നീ ഞങ്ങൾക്കായിട്ട് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,